സോ ഇപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് ഫീൽ ഗുഡ് സീരീസ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണും പൂട്ടി പറയും റിസോർട്ട്. നമ്മുടെ തമിഴത്തെ ഏറ്റവും ബെസ്റ്റ് എന്നല്ല, എല്ലാ ഇൻഡസ്ട്രി എടുത്തു നോക്കിയോ, മലയാളം, തെലുങ്ക്, ഹിന്ദി, ഏത് വേണമെങ്കിൽ എടുത്തു നോക്കിയോ, ഏറ്റവും ബെസ്റ്റ് ഫീൽ ഗുഡ് അത് റിസോർട്ടാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഭയങ്കര കോൺട്രവേഴ്സിയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ആർക്കോ പറഞ്ഞ റോള് കൊടുത്തില്ല, പറഞ്ഞ പേയ്മെന്റ് കൊടുത്തില്ല, ഒരു കൊല്ലം വെറുതെ ഇരുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് 32 എപ്പിസോഡ് ഇതുവരെ ഇറങ്ങിയിട്ടുണ്ട്. 32 എപ്പിസോഡും കിടുസാണ്. ഭയങ്കര റെയർ ആയിട്ട് അങ്ങനെയൊക്കെ നടക്കുള്ളൂ. എന്നാൽ ഇത് വേറെ ലീഗ് ആയിട്ടാണ്. സോ ഇതില് ഒരു റിസോർട്ടിൽ നടക്കണ ഇഷ്യൂസും അതേപോലെ തന്നെ മൊമെന്റ്സും ഇതൊക്കെ പറഞ്ഞു പോകണം നല്ലൊരു സീരീസ് ആണ്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ എല്ലാ വെള്ളിയാഴ്ചയും 4 എപ്പിസോഡേ ഇറങ്ങും. സോ ഹാർട്ട് ബീറ്റ് പറഞ്ഞിട്ട് ഒരു സീരീസ് ഉണ്ടായിരുന്നു. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന ഇവന്റ്സ് അതേപോലെ തന്നെ ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ ഇതൊരു റിസോർട്ടാണ്. ഇതിൽ കുറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, കിച്ചൺ ടീം ഉണ്ടാവും, അതേപോലെ തന്നെ മറ്റേ ഹൗസ് കീപ്പിംഗ് ഉണ്ടാവും. അപ്പൊ ഇവര് തമ്മിലുള്ള ഈഗോ ക്ലാഷ്, ഇവര് തമ്മിലുള്ള ചില ആൾക്കാർ തമ്മിലുള്ള റൊമാൻസ്, ഭയങ്കര ക്യൂട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള റൊമാൻസ്, അതൊക്കെ പറഞ്ഞു പോകുന്ന സീരീസാണ്. ഇതിൽ ആദ്യം എടുത്തു പറയേണ്ട ഒരാളെയാണ് തലൈവാസിൽ വിജയ്, ഷെഫ് നെടുമാറൻ, ജഡ്ജാതി പെർഫോമൻസ്. ഈ സീരീസിന്റെ ബാക്ക് ബോൺ. മറ്റേ ഹാർട്ട് ബീറ്റില് ആ സീരീസിന്റെ ബാക്ക് ബോൺ രതി മാം ആണെങ്കിൽ ഇതില് നെടു അണ്ണനാണ്. യജാതി പെർഫോമൻസ്. അങ്ങനെ കാണുമ്പോ തന്നെ എന്നാ ഒരു രസമാണെന്ന് അറിയൂ. അടിപൊളി പെർഫോമൻസ് ആണ്. അണ്ണൻ വില്ലനാണ്, കിഡു വില്ലനിസമാണ്. ഈ ചുമ്മാ ഓഞ്ഞ ഞഞ്ഞാ പുഞ്ഞ സാധനമില്ല, കിഡു സാധനം. സോ ഇതിലെ നായകൻ വെട്രി ആൾ തന്നെയാണ് തോന്നുന്നു ഈ സീരീസ് ഡിറക്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് വലുതായിട്ട് അറിയില്ല, ആണെന്നാ തോന്നുന്നത്. അടിപൊളിയാട്ടോ, നല്ല രസമാണ്. ഇതിൽ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് ആൻഡ് ദേ ആർ ലൈക്ക് ഫാമിലി. പേഴ്സണലി എനിക്ക് ദേ ആർ ലൈക്ക് ഫാമിലി. കാരണം എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഇത് കാണാൻ വേണ്ടി ഉറക്കൊഴിച്ചിരിക്കും. 11:30 ഇത് വരും രാത്രി. ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ കിടക്കും. എനിക്ക് അത്ര ഇഷ്ടമാണ്.